അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫിഖ്ഹുൽ മുസ്ലിമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഫിഖ്ഹുൽ മുസ്ലിമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള കർമ്മശാസ്ത്ര വിശകലനമാണ്. റമളാൻ വരാൻ പോവുകയാണ് ഉസ്താദെ. അപ്പോൾ നമുക്ക് റമളാനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, എല്ലാ ഇബാദത്തുകളും യഥാർത്ഥത്തിൽ നിയ്യത്ത് അനുസരിച്ചാണല്ലോ സ്വീകരിക്കപ്പെടുക. തീർച്ചയായിട്ടും. അപ്പോൾ ഈ റമളാനിൽ നോമ്പിൻ്റെ നിയ്യത്ത് നമ്മൾ നാവ് കൊണ്ട് ഉറക്കെ പറയണോ? അതേപോലെ തന്നെ 30 ദിവസത്തെയും നിയ്യത്ത് ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ 30 ദിവസം നോമ്പ് നോൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള നിയ്യത്ത് വെച്ചാൽ മതിയോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി വമൻ വാലാ. നോമ്പിൻ്റെ 2 റുക്നുകളാണുള്ളത്. അടിസ്ഥാന ഘടകങ്ങൾ എന്നാണ് റുക്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില്ലാതെ നോമ്പില്ല. അതിലൊന്നാമത്തതാണ് നിയ്യത്ത്. രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നിശ്ചിത ടൈം വിട്ടു നിൽക്കുക എന്നതും. അപ്പം നിയ്യത്തിനെ സംബന്ധിച്ച് എല്ലാ ഇബാദത്തുകളുടെയും ഒന്നാമത്തെ റുക്കിന് നിയ്യത്തായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ നിന്നാണ് അത് വരുന്നത്. ഇന്നമൽ അഅ്മാലു ബിൻ നിയ്യാതി വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ. കർമ്മങ്ങളൊക്കെ നിയ്യത്ത് വെച്ചാണ് പരിഗണിക്കപ്പെടുക. ഓരോ വ്യക്തിക്കും താൻ എന്താണോ ഉദ്ദേശിച്ചത് അതേ ഉള്ളൂ. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മല്ലം യുബയ്യിത്ത് സിയാമ മിനൽ ലൈലി ഖബലൽ ഫജ്രി എന്നുണ്ട്, ഫലാ സിയാമല. തലേന്ന് രാത്രി അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് നിയ്യത്ത് വെക്കാത്തവർക്ക് നോമ്പില്ല. അപ്പം അതുകൊണ്ട് നോമ്പിൻ്റെ നിയ്യത്ത് എന്നത് നോമ്പ് സാധുവാകാൻ സ്വീകാര്യയോഗമാകാനുള്ള ഒന്നാമത്തെ നിബന്ധനല്ല, ഒന്നാമത്തെ അടിസ്ഥാന ഘടകമാണ്, റുക്നാണ്, ഫർളാണ്. ഇവിടെ സൗമു റമളാൻ എന്നത് ഒരൊറ്റ ഇബാദത്താണോ, അതല്ല ഓരോ ദിവസവും ഓരോ നോമ്പാണോ എന്ന ഒരു തർക്കം ഫുഖഹാക്കൾക്കിടയിലുണ്ട്. ഇമാം മാലിക്കി മദ്ഹബിൻ്റെയും വീക്ഷണം സൗമു റമളാൻ എന്നത് ഒരൊറ്റ ഇബാദത്താണ്. അതുകൊണ്ട് ഞാൻ ഈ കൊല്ലത്തെ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കും എന്നൊരാൾ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലുള്ള ഉദ്ദേശം, ലക്ഷ്യം എന്നതാണ്. അങ്ങനെ ഒരാൾ മനസ്സിൽ ഉറപ്പിച്ചാൽ അയാൾ പിന്നെ ഓരോ രാത്രിയിലും നിയ്യത്ത് പുതുക്കേണ്ടതില്ല എന്നാണ് ഇമാം മാലിക്കിൻ്റെ വീക്ഷണം. എന്നാൽ ഇമാം ഷാഫി മദ്ഹബ് പൊതുവെ ഭൂരിഭാഗം മക്കളുടെയും വീക്ഷണത്തിൽ ഓരോ റമളാൻ വ്രതം, സൗമു റമളാൻ എന്നത് ഒരൊറ്റ ഇബാദത്തായിരിക്കെ തന്നെ അത് ഇടവേളകളുള്ള ഇബാദത്തുകളാണ്. കാരണം രാത്രിയിൽ നോമ്പില്ല, നോമ്പ് മുറിക്കുന്നുണ്ട്. മാത്രമല്ല നോമ്പിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ സുബഹി മുതൽ മഗ്രിബ് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നത്. രണ്ടാമതായിട്ട് ഒരു രോഗിയാണെങ്കിൽ അയാൾക്ക് ആ ദിവസം നോമ്പ് ഒഴിവാക്കാനുള്ള അളവുണ്ട്. യാത്ര ചെയ്യുന്ന ആൾക്ക് യാത്രാ പ്രയാസം പരിഗണിച്ചിട്ട് നോമ്പ് ഒഴിവാക്കാൻ അളവുണ്ടെന്ന് ഖുർആൻ തന്നെ, വമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ ഖുർആനിൽ തന്നെ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ നോമ്പിനും തലേന്ന് അല്ലെങ്കിൽ സുബഹിൻ്റെ മുമ്പ് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് ബാക്കി ഫുഖഹാക്കളുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ച വലിയ പണ്ഡിതന്മാരുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താക്കുക, ഈ പ്രാവശ്യത്തെ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ നിയ്യത്ത് വെച്ചിരിക്കുന്നു എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് അയാൾ ഓരോ ദിവസവും സുബഹിൻ്റെ മുമ്പ് രാത്രിയിലോ സുബഹിൻ്റെ മുമ്പായിട്ടോ അത് പുതുക്കുകയും ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ പുതുക്കാൻ വിട്ടുപോയാൽ നിയ്യത്തില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹം നോമ്പ് ഒഴിവാക്കേണ്ടതില്ല എന്ന് ചില ഫുഖഹാക്കൾ. അതൊരു സ്വീകാര്യയോഗ്യമായ. പിന്നെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലുള്ള ഉദ്ദേശമാണ്. ചില ആളുകൾ പറയുന്നേക്കാം നോമ്പെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അത്താഴക്കം ഗണിച്ച് പിന്നെ ആളെ നിയ്യത്ത് വെക്കാനാണ് മറന്നുപോയി. അപ്പോൾ ഇത് അറബി പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകുക, നവൈത്തു സൗമ സുമ്മ അക്കൽത്തു സുഹൂറ. ഞാൻ നോമ്പ് ഉദ്ദേശിച്ചു പക്ഷേ എന്നിട്ട് അത്താഴം കഴിച്ചു പിന്നെ ആ നിയ്യത്ത് വെച്ചില്ല. അപ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയലാണ് എന്ന ഒരു സാധു തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ എവിടെയും നോമ്പിൻ്റെതല്ല മറ്റൊന്നിൻ്റെയും നിയ്യത്ത് നാവ് കൊണ്ട് പറയുക, ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ പറയുന്നത് നല്ലതാണ് എന്ന് ഷാഫി മദ്ഹബിലൊക്കെ ഉണ്ട്. ആ മദ്ഹബിലൊക്കെ തന്നെ കിതാബുകളിലൊക്കെ കാണാം മനസ്സിൽ നിയ്യത്തില്ലാതെ കേവലം നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലേണ്ടതില്ല.
അങ്ങനെ ചൊല്ലിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് റസൂല് പഠിപ്പിച്ചതാണ് എന്ന നിലക്ക് ചൊല്ലുന്നത് പ്രശ്നമാണ്. കാരണം അങ്ങനെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അപ്പം മനസ്സിൽ കരുതുക എന്നതാണ്. നിയത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ. ഫറള് നോമ്പുകൾക്ക് മാത്രമാണ് സുബഹിൻ്റെ മുമ്പ് നിയത്ത് ചെയ്യണം എന്നുള്ളത്. സുന്നത്ത് നോമ്പുകളാണെങ്കിൽ അത് ളുഹറിൻ്റെ മുമ്പ് നിയത്ത് ചെയ്താൽ മതി. പക്ഷേ സുബഹിക്ക് ശേഷം അയാൾ നോമ്പ് കുറിയുന്നൊന്നും ചെയ്തിട്ടുണ്ടാവരുത്. അതിന് തെളിവെന്താണെന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള പ്രവാചക പത്നിമാർ പറയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു അലൈന ഫയസ്അൽ ഹൽ മിൻ ഗദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ മിൻ തആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വരും ഇന്ന് രാവിലെ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണ്ടോ എന്ന് ചോദിക്കും. ഫൈദാ ഖുൽനാ ലാ, ഞങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരു വീട്ടിലൊന്നും ഉണ്ടാവും, ഒരു വീട്ടിൽ പോകും മറ്റേ വീട്ടിൽ പോകും മറ്റേ ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇദൻ വ അന സായിം, എന്നാൽ പിന്നെ ഇന്ന് നോമ്പാക്ക എന്ന് റസൂല് പറയും. അപ്പോൾ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഫുഖഹാക്കൾ പറയാണ്, ഫഹാദാ ദലീലുൻ അല അന്ന നിയ്യത്ത ലി സലാത്തിൻ ലി സിയാമിൻ നവാഫിലി, സുന്നത്ത് ഐച്ഛിക നോമ്പുകൾക്ക് ഈ ഹദീസ് തെളിവാണ് നിയ്യത്ത് ളുഹറിൻ്റെ മുമ്പ് ആയാൽ മതി എന്ന്. എന്നാൽ ഫർദിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നാലും സുബൈക്ക് മുമ്പ് തന്നെ ആവേണ്ടതുണ്ട്. സാർ പറഞ്ഞല്ലോ ഈ നെയ്യത്ത് അങ്ങനെ വാക്കുകൾ കൊണ്ട് പറയേണ്ടതില്ല പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ പള്ളികളിലൊക്കെ ചിലപ്പോഴൊക്കെ നിയ്യത്ത് വെച്ച് കൊടുക്കാറുണ്ട്, അങ്ങനെ ഈ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ലഫ്ള് എവിടുന്ന് കിട്ടിയതാണ്? അപ്പോൾ ഹദീസിൽ വന്നതാണോ? അത് ഫുഖഹാക്കൾ, അതായത് നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ പ്രാധാന്യം എവിടെയെന്ന് വെച്ചാൽ, ഒരാൾക്ക് സുന്നത്ത് നോമ്പെടുക്കാം, ഒരാൾക്ക് കഫാറത്തിൻ്റെ നോമ്പെടുക്കാം, ഒരാൾ ഫറലായ നേർച്ചയാക്കിയ നോമ്പെടുക്കാം, ഒരാൾക്ക് റമദാൻ നോമ്പ് കൊടുക്കാം. ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ നേർച്ച വീട്ടാനുള്ള സുന്നത്ത് നോമ്പാണ് എടുക്കുന്നതെന്ന് മനസ്സിൽ വേണം. ഒരു നോമ്പ് അങ്ങോട്ട് എടുത്തിട്ട് നേർച്ച വഴി എന്ന് പറയാൻ പറ്റൂല. കാരണം നിയ്യത്തനുസരിച്ച് ആ കർമ്മങ്ങൾ അതായത് പരിഹരിക്കാന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നവൈത്തു സൗമ ഗദിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയിത റമദാന എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ അത് നിർണിതമാകാൻ വേണ്ടിയാണ്. ചെറിയ മക്കൾക്കൊക്കെ അതിൻ്റെ ശരിയായ എങ്ങനെയാണ് നിയ്യത്ത് മനസ്സിൽ കരുതേണ്ടത് എന്നതിനെപ്പറ്റി ധാരണ ഇല്ലാത്തത് കൊണ്ട് അത് അവർക്ക് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി വിവരമില്ലാത്ത സാധാരണക്കാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അത് പിന്നീട് അതൊരു സുന്നത്ത് പോലെ ആയി തീർന്നു എന്ന് മാത്രം. അതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റസൂല് പറഞ്ഞതാണ് എന്നുള്ള വിചാരിച്ചുകൊണ്ട് ഒരാളത് ചെയ്യണം. അത് അങ്ങനെ ചെയ്യൽ സുന്നത്താണെന്ന് വിചാരിച്ചാൽ വിധത്താവും. അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത്, റമളാനിൽ നോമ്പ് നോൽക്കുമ്പോൾ പലപ്പോഴും ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വസ്വാസാണ്, ഈ അത്താഴം കഴിക്കുന്നതിനിടയിൽ ബാങ്ക് കൊടുത്തു, അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ സംശയിക്കാറുണ്ട്. ആ ഉള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പിൻ്റെ രണ്ടാമത്തെ റുക്കിന് ഫജ്ർ മുതൽ പ്രഭാതോദയം മുതൽ മഗ്രിബ് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നിയ്യത്ത്, രണ്ടാമത്തേതാണ് പ്രഭാതോദയം മുതൽ എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ്. ഇപ്പോൾ കലണ്ടറിൽ എത്ര മണിക്കാണ് പ്രഭാതോദയം, അതായത് സുബഹി ബാങ്കിൻ്റെ ടൈമാണ് ഈ പ്രഭാതോദയം എന്ന് പറയുന്നത്. അത് കലണ്ടറിൽ കൃത്യമാണ്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാനോ കുടിക്കാനോ പാടില്ല. കാരണം ഖുർആൻ പറഞ്ഞത് ഫകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യളു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ. പ്രഭാതം ഉദിക്കുന്നത് മുതൽ അതുവരെ നിങ്ങൾ പ്രഭാതം ഉദിക്കുന്നത് വരെ, ഇത് ഖൈത്തുൽ അബിയെന്നോ ഖൈത്തുൽ അസ്വദ് എന്നൊക്കെ പറയുന്നത് പ്രഭാതം ഉദിയാന്നുള്ളതാണ്, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ബാങ്ക് കൊടുക്കുന്നത് ആക്യുറേറ്റ് എന്നുവെച്ചാൽ വളരെ കൃത്യം പ്രഭാതോദയത്തിന് രേഖപ്പെടുത്തപ്പെട്ട കൃത്യ ടൈമിനാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് ഉറപ്പായാൽ വായിലുള്ളത് തുപ്പിക്കളയണമെന്നാണ്. ആ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കഴിക്കുന്നത് നോമ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിന് ഉള്ള ഇറക്കുന്നതാണ്. എന്നാൽ പല പള്ളികളിലും, ഇപ്പോൾ സുന്നി പള്ളികളിലൊക്കെ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ സൂക്ഷ്മതയുടെ ഭാഗമായി നേരത്തെ കൊടുക്കും. അങ്ങനത്തെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും എന്താക്കാം, ടൈമായിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 ബാങ്ക് ഉണ്ടായിരുന്നു. ഒന്ന് നേരം ആളുകൾക്കൊക്കെ എണീച്ച് തഹജ്ജുദിനും അത്താഴത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കും, നേരത്തെ കൊടുക്കും. എന്നാൽ ഷാർപ്പ് ടൈം ആകുമ്പോൾ ഇബ്നു ഉമ്മി മക്തൂം കൊടുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിങ്ങൾ ഇബ്നു ഉമ്മി മക്തൂം ബിലാൽ ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല. ഉമ്മി മക്തൂം കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് എന്താക്കാം, ഭക്ഷണം കഴിക്കാൻ തിന്നും കുടിക്കും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, കാരണം ആ സമയത്തൊക്കെ വളരെ ആക്യുറേറ്റായിട്ട്
കൃത്യം പ്രഭാതം ഉദിച്ചതിന് ശേഷമായിരുന്നില്ല ബാങ്ക് കൊടുത്തിരുന്നത്. നേരത്തെ കുറച്ച് സമയങ്ങളൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരാൾ ഭക്ഷണ തളിക താഴെ വെക്കേണ്ടതില്ല, കയ്യിലുള്ളത് തിന്നാം എന്ന ഹദീസിലുണ്ട്. ആ ഹദീസിനെ ഇത് വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ, ഈ ആയത്തും ഹദീസും വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഷാർപ്പ് ടൈമിന് തന്നെയാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ തിന്നാനും കുടിക്കാനും പാടില്ല. അതല്ല കുറച്ച് നേരത്തെ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് സമയം കൃത്യമാകുമ്പോൾ വരെ തിന്നും കുടിക്കും ചെയ്യാം. ചില ആളുകൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് പല നീട്ടി ബാങ്ക് കൊടുക്കുന്ന പോലൊക്കെ ഉണ്ട്. 5-6 മിനിറ്റൊക്കെ തോന്നുമ്പോൾ നല്ല സാൻഡ്വിച്ചും ചായയെല്ലാം കുടിക്കാൻ മാത്രം നേരം ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അങ്ങനെ ഒരു നോമ്പിനെ പ്രശ്നമാക്കുന്നതിന് യാതൊരു തെളിവില്ല, ഈ ഹദീസിന് ആധാരവും. കൃത്യസമയത്ത് ബാങ്ക് തുടങ്ങി കഴിഞ്ഞാൽ അതെ. ഇപ്പോൾ വളരെ ആക്യുറേറ്റ് ടൈം അറിയാനുള്ള ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്, വാച്ചുണ്ട്, എല്ലാം ഇതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പൊ പല നാട്ടിലും പല പള്ളികളിൽ, ഒരേ നാട്ടിൽ തന്നെ പല പള്ളികളിൽ നിന്ന് പല സമയത്തും ചെറിയ വ്യത്യസ്തങ്ങൾ, അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷയത്തിൽ ഉത്തരം പറയാൻ യഥാർത്ഥത്തിൽ ഞാൻ ആളല്ല. കാരണം ചില പ്രദേശങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന കണ്ണോട് ഇങ്ങനെ കാണാം. അപ്പോൾ പിന്നെ ബാങ്ക് അല്ലെങ്കിൽ നോമ്പ് തുടങ്ങാനോ അവസാനിപ്പിക്കാനോ ബാങ്ക് എന്തല്ല, മാനദണ്ഡമേ അല്ല. ഒന്ന് പ്രഭാതം ഉദിക്കുക എന്നതും പിന്നെ ഒന്ന് സൂര്യൻ അസ്തമിക്കുക എന്നുള്ള ഹത്ത ഉറൂബ് ഷംസ്. അപ്പോൾ ഉറൂബ് ഷംസ് കടൽ തീരത്തൊക്കെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഇരിക്കുന്ന ആളുകൾക്ക് സൂര്യൻ ഇങ്ങനെ താഴ്ന്ന കാണാം. അങ്ങനെ കാണാം, എന്ത് ചെയ്യാം, പിന്നെ ബാങ്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആ സമയത്ത് തന്നെയാണോ ബാങ്ക് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലത് അങ്ങനെ താണിട്ട് പിന്നെ 2 മിനിറ്റൊക്കെ കാത്തിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. കാരണം ലാ യസാലുന്നാസു ബി ഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര, ജനങ്ങൾ നന്മയിലായിരിക്കും അവർ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന കാലത്തോളം. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറേ നേരം പട്ടിണിക്കിടുക, ദാഹിച്ച് അവശരാക്കുക എന്ന അള്ളാഹിൻ്റെ ഉദ്ദേശമല്ല. അള്ളാഹു പറഞ്ഞ ടൈമിന് നമ്മൾ ആ നിയമം പാലിക്കുന്നുണ്ടോ? അതാ തിന്നണ്ടെന്ന് പറഞ്ഞ ടൈമിന് നമ്മൾ ആവശ്യമുണ്ടായിട്ടും തീറ്റി ഉപേക്ഷിക്കുന്നു, കുടിയും. നമുക്ക് താല്പര്യമില്ലാത്ത ടൈമാണ് അത്തായ ടൈം. ആ ടൈം അള്ളാഹു കുലു അഷ്റബു എന്ന് പറഞ്ഞുകൊണ്ട് തിന്നു കുടിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അനുസരണ ബോധം പരീക്ഷിക്കാനാണ് ഈ അള്ളാഹു ഈ ഇബാദത്ത് തന്നത്. അല്ലാതെ നമ്മൾ നോമ്പ് തുറക്കാൻ ടൈമായിട്ടും കുറേ അധികം കൂടി വിശപ്പും ദാഹവും സഹിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കൂലി കിട്ടൂലെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയെ അതിര് കവിഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കലുമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ഖൈറുമില്ല. അവർ നോമ്പ് പെട്ടെന്ന് തുറക്കുന്നിടത്തോളം ഖൈറിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യമുള്ളത്, ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. നോമ്പ് എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് നോമ്പ് മുറിയാൻ സാധ്യത? നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പൊതുവെ തിന്നും കുടിക്കും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ മൂക്കിലൂടെയോ വായിലൂടെയോ എന്തെങ്കിലും ഉള്ളിലേക്ക് പോവുക. കാരണം മൂക്കും വായ, ഇപ്പോൾ വായയിലൂടെ തിന്നാൻ കഴിയാൻ പറ്റാത്ത ആളുകൾക്ക് മൂക്കിലൂടെ കുഴലിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഉള്ളിലേക്ക്, ആമാശയത്തിലേക്ക്, പുറത്ത് ഭക്ഷണമായിട്ടും മറ്റും ഉള്ളിലേക്ക് പോകാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ഇതിലൂടെ വല്ലതും ഉള്ളിലേക്ക് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്നതാണ് ഒന്ന്. രണ്ടാമത്തത് ഇന്ദ്രിയ സ്ഖലനം. അത് സ്വപ്ന സ്ഖലനാണെങ്കിൽ നോമ്പ് മുറിയില്ല. ബോധപൂർവം ഒരാൾ ഇന്ദ്രിയം സ്വയമോ അല്ലാണ്ടോ സ്ഖലനം ഉണ്ടാക്കുക. ഇനി ഒരാൾ പിന്നെ വേണ്ടാത്ത ചിത്രങ്ങൾ നോക്കി എന്നിട്ട് അയാൾക്ക് സ്ഖലനം ഉണ്ടാകുകയാണെങ്കിലും നോമ്പ്, സ്വപ്നത്തിലാണെങ്കിൽ അത് നോമ്പ് മുറിയില്ല. രണ്ടാമത്തെ സംഗതി അതാണ്. പിന്നെ ഈ കണ്ണിൽ മുന്നിട്ടിരിക്കാൻ പറ്റുമോ, ചെവിയിൽ മരുന്നിട്ടിരിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ചോദിക്കലുണ്ട്. പിന്നെ അതേപോലെ പിന്നെ സപ്പോസിറ്റർ എന്നെന്തോ പറയുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പനിയൊക്കെ ഉണ്ടായാൽ പിൻഭാഗത്ത് കൂടി ഇങ്ങനെ പിന്നെ മലദ്വാരത്തിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത്. പിന്നെ അതിപ്പോൾ വലിയ ആളുകൾക്ക് ആണെങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചികിത്സ ഇതൊക്കെ ഉണ്ടായെന്ന് വെച്ചു. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അത് അതേപോലെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഒരുപാട് രോഗികളുണ്ടല്ലോ, ചെറിയ നോമ്പ് മുറിയുന്ന കാര്യമാണ് ഹൈദ്, നിഫാസ് ഒക്കെ ഉണ്ടാവുക, അർത്ഥം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഇപ്പോൾ ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട്, അത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻസുലിൻ അല്ല, ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയില്ല. ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയില്ല. അതേസമയം പിന്നെ വിശപ്പ് അറിയാതിരിക്കാനുള്ള ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനിലൂടെ കയറ്റുന്നുണ്ടല്ലോ, ക്ഷീണവും വിശപ്പും ദാഹവും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് നോമ്പ് മുറി. കാരണം നോമ്പിൻ്റെ മക്കാസിനെതിരെ അതാണ്.
അപ്പോൾ സാധാരണ ചികിത്സാർത്ഥമുള്ള ഇഞ്ചക്ഷൻ, വാക്സിൻ ഇങ്ങനത്തൊക്കെ ശരീരത്തിൽ വായിലൂടെ മൂക്കിലൂടെ അല്ലാത്ത ചില വാക്സിൻ വായിലൂടെ കൊടുക്കുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇഞ്ചക്ഷൻ രോഗത്തിനുള്ളതായാലും എന്തിനുള്ളതായാലും നോമ്പ് മുറിയുകയില്ല. അത് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം അതിൽ ഇപ്പോൾ ക്ഷീണം മാറ്റാനുള്ള ഗ്ലൂക്കോസ് ക്ഷീണം മാറ്റുക എന്നതുകൊണ്ട് മാത്രം എന്താവില്ല, നോമ്പ് താവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുള്ള സമയത്ത് തലയിൽ കൂടി വെള്ളം, തണുത്ത വെള്ളം അങ്ങനെ ഒഴിക്കുക, അതിനൊന്നും കുഴപ്പമില്ല, മുങ്ങി കുളിക്കാം. അപ്പം ഈ നമ്മുടെ ക്ഷീണം മാറ്റുവാൻ വല്ല ക്ഷീണം ഉണ്ടായി അയാൾക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അത് ഗ്ലൂക്കോസ് കയറ്റുന്ന 2 രൂപത്തിലാവും. വിശപ്പും ദാഹവും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിപ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾക്കും ചെയ്യാം. അതെന്തായിരുന്നാലും നോമ്പ് മുറിയുമെന്നാണ് ഒരു വിഭാഗം. ഷെയ്ഖ് യൂസുഫ് ഖല്ലാഫി പോലുള്ള ആധുനിക പണ്ഡിതൻ അത് നോമ്പ് മുറിയുന്നതാണ് പറയണേ. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ക്ഷീണം തോന്നുമ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. ഞാൻ അതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്, തലയിൽ കൂടി വെള്ളം ഒഴിക്കുക, മുങ്ങി കുളിക്കുക, ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈദ് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പറയുന്നുള്ളത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് പലപ്പോഴും ചില സ്ത്രീകൾക്കൊക്കെ റമളാനിൽ ഇത് ഉണ്ടാവാം. ആ റമളാനിലെ അവസാനത്തെ 10 അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും, ലൈലത്തുൽ ഖദ്ർ ഇരിക്കണം, ഇത് നിസ്കരിക്കണം എന്നൊക്കെ. അപ്പോൾ ഇത് ആ സമയത്ത് ഈ പീരീഡ് വരികയും ചെയ്താൽ കഴിഞ്ഞാൽ അത് നടക്കൂലല്ലോ. അപ്പോൾ അവരിപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് അത് നീട്ടിവെക്കാൻ സാധിക്കും. അത് അങ്ങനെ അനുവദനീയമാണ്? അതിൽ പിന്നെ അനുവദനീയമല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലത്ത് ജീവിക്കുന്ന സ്ത്രീകൾ മാത്രമല്ലല്ലോ ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഖുലഫാഉർ നല്ല മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മുത്തഖിയാത്തുകളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും ഈ അവസരം കിട്ടിയിട്ടില്ല. അവർക്കുണ്ടാവുമല്ലോ ലൈലത്തുൽ ഖദറിൻ്റെയും എത്തിക്കാഫിൻ്റെയും ഒക്കെ ആഗ്രഹം. യഥാർത്ഥത്തിൽ ഈ ചോദ്യം വരുന്നത് അവസാന 10 നോമ്പ് ഒഴിവാക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കലല്ല എന്ന് തെറ്റിദ്ധരിച്ചോണ്ടാണ്. ആർത്തവകാരിയായ ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കുന്നത് എന്തിനാ? അള്ളാഹ് വിലക്കോണ്ടല്ലേ. അപ്പോൾ അവിടെ അവൾ ചെയ്യുന്നത് എന്താ? അള്ളാഹിനെ അനുസരിക്കല്ല ചെയ്യുന്നത്. ആ സമയത്ത് നോമ്പ് എടുക്കുക ഇതില്ലാത്ത സ്ത്രീ, അപ്പോൾ ഓളും ചെയ്യുന്നത് അള്ളാഹുവിനെ അനുസരിക്കലാണ്. അള്ളാഹു വിലക്കിയത്, വിലക്കി എന്ന് പറഞ്ഞത് കൊണ്ട് ഉപേക്ഷിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. ഇവിടെ നിസ്കരിക്കാൻ അവർക്ക് പൂതിയുണ്ട്, പക്ഷേ നോമ്പെടുക്കാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അള്ളാഹു വിലക്കിയത് കൊണ്ട്, റസൂല് വിലക്കിയത് കൊണ്ട് മാത്രം ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്നതിന് കൂലിയുണ്ട്. അതാണ് അവിടെ പുണ്യം. പുണ്യം. അപ്പം ഇത് ആദ്യം മനസ്സിലാക്കണം. ഹജ്ജ് വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് തവാഫ് ചെയ്യാൻ പറ്റാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കരഞ്ഞല്ലോ, എനിക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഉംറ ചെയ്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഇന്ന ഹാദിഹി കതബല്ലാഹു അലാ ബനാത്തി ഇബ്നി ആദമ. ഈ ആർത്തവം എന്ന് പറയുന്നതൊക്കെ അള്ളാഹു മനുഷ്യപുത്രിമാർക്ക്, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ ഒരു പ്രകൃതിപരമായ ഒരു നിയമമാണത്. അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറയട്ടെ, മെഡിസിൻ ഉപയോഗിച്ചത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ള മെഡിസിൻ ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ ഭാവിയിലോ നിലവിലോ പിന്നീടോ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ദോഷകരമായി ഭവിക്കും. ഇങ്ങനത്തെ മെഡിസിൻ കഴിച്ചാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം. അങ്ങനെ പറയപ്പെടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നതിൽ വലിയ വിഷമം വേണ്ട. അത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം അവരെ ഇബാദത്ത് അത് ഒഴിവാക്കലാണ് ആ സമയത്ത്. മറ്റൊരു ചോദ്യം, നമ്മുടെ ഇത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് പുറത്തു പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ പുറത്തു പോകുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുറത്തേക്ക്? ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ അൽ മുഖ്സു ഫിൽ മസ്ജിദി ബിനിയ്യത്തി തഖർറുബി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ താമസിക്കുക എന്നതാണ് ഇത്തിക്കാഫിന് നിർവചനം. അവിടെ പള്ളിയിൽ താമസിക്കുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കടയിൽ പോയിട്ടൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടിരട്ടെ, അല്ലെങ്കിൽ ഒരു മൊബൈൽ റീചാർജ് ചെയ്തിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് യഥേഷ്ടം പോവുകയും വരികയും ചെയ്യുമ്പോൾ അത് ഇത്തിക്കാഫ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ 10 ഇത്തിക്കാഫ് ഉദ്ദേശിക്കുന്ന, എന്നാൽ ചില സംഗതികൾക്ക് അയാൾക്ക് എന്താക്കാം, പുറത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ പുറത്ത് ബാത്റൂമിൽ പോകാം. പിന്നെ അഥവാ അവർക്ക് പള്ളിയിൽ നിന്ന് ഡോക്ടറെ കാണണ്ട,
അത്രയും പ്രയാസപ്പെട്ട ഒരു രോഗം വന്നാൽ ഡോക്ടറെ കാണാൻ വേഗം തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരാം. അപ്പോൾ ഇങ്ങനല്ലാതെ സാധാരണഗതിയിൽ പുറത്തിറങ്ങി പോകുന്നത് പോലെ പുറത്തിറങ്ങി പോകാൻ പാടില്ല. കാരണം അത് അവിടെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം തന്നെ. അതിൻ്റെ ആ വാക്കന്നെ അതിന് വേണ്ടിയിട്ട്. അതെ അതെ അതെ. അപ്പോൾ വേറെ ഇതുപോലെ നമ്മുടെ ഇത്തിക്കാഫ് ഇരിക്കുന്നതിൽ എല്ലാ പള്ളിയിലും ഏത് പള്ളിയിൽ ഇരുന്നാലും ഇത് സാധുവാകും. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ മദീന മസ്ജിദിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ട് ഫുഖഹാക്കൾ പറയുന്നത് പള്ളി ആയാലും പോരാ, ജുമായും ജമാഅത്തും നടക്കുന്ന പള്ളികൾ തന്നെ ആവണം എന്നാണ് അവർ ഷർത്തായിട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അങ്ങനെയുള്ള പള്ളിയില്ല, അവരുടെ പരിസരത്തുള്ള ഒരു നിസ്കാര പള്ളിയുള്ളൂ, മറ്റു പള്ളിയിൽ പോവുക ഇത്തിക്കാഫ് ഇരിക്കുക എന്ന പ്രായോഗിക തടസ്സമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരക്കാർക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന് ഇളവുണ്ട് എന്ന് ഫുഖഹാക്കൾ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അസൽ എന്താണ്? ജുമയും ജമാഅത്തും നടക്കുന്ന പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അത് ഈ കാലത്ത് യഥാർത്ഥത്തിൽ വലിയ ജുമാഅത്ത് പള്ളിയൊക്കെ നടത്തുന്ന ആളുകൾ മഹല്ലുകളൊക്കെ അവസാനത്തെ 10 അതിനുള്ള സൗകര്യം അവർ ചെയ്യണം. അതിനൊക്കെ ഫണ്ട് കണ്ടെത്തുകയും എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടത്. അതൊരു പ്രോത്സാഹനമായിരിക്കും. അതെ അതെ അതെ, വലിയ പുണ്യമുള്ള കാര്യമല്ലേ. പിന്നെ അതേപോലെ നമ്മളെ ഇപ്പോൾ തഹജ്ജുദ് സാധാരണ ഇപ്പോൾ കണ്ടുവരാറുള്ള ഒരു സംഗതിയാണ്. നാട്ടിൽ തറാവി നമസ്കരിച്ച് തറാവി കഴിഞ്ഞ് കുറേ ആളുകൾ എണീറ്റ് പോവുക. അതെന്തിനാണ് കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ 8 റക്അത്ത് കഴിഞ്ഞിട്ട് എണീറ്റ് പോകും. അപ്പോൾ തറാവി അല്ല, 8 റക്അത്ത് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ 8 റക്അത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിത്തറാക്കണമല്ലോ, ഇവിടുന്ന് വിത്തറ നമസ്കരിച്ചാൽ പിന്നെ തഹജ്ജുദ് വിത്തറാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതിലെന്താണ് അത്? യഥാർത്ഥത്തിൽ ഇതൊരു എന്താ പറയുക, വലിയ തർക്ക വിഷയമാക്കണ്ട എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. എന്നാൽ ഏറ്റവും അഫ്ദലായത് ഞാൻ പറയാം. ഏറ്റവും അഫ്ദലായത് ഇമാമിനോടൊപ്പം പൂർണ്ണമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. ഇമാമ് പിരിയുന്നത് വരെ ഇമാമിനോടൊപ്പം ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലിയുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയും, ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പള്ളിയിൽ തറാവീഹ് ജമാഅത്തായിട്ട് നടക്കുമ്പോൾ ഇമാമ് വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിനോടൊപ്പം കൂടുക, ഇമാമ് സലാം വീട്ടുമ്പോൾ സലാം വീട്ടുകയും ചെയ്യുക. എന്നിട്ട് പോയിട്ട് അവർ ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കണം തോന്നിയാൽ പിന്നെ എണീറ്റിട്ട് അവർ ഈരണ്ടേ നിസ്കരിക്കാവും. എന്നുവെച്ചാൽ രാത്രി നമസ്കാരം ഒറ്റയിൽ അവസാനിക്കണം. അപ്പോൾ ഇമാമിനോടൊപ്പം 11 21 നിസ്കരിച്ച ഒരാൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും രാത്രി എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എന്തായി? 13 അല്ലെങ്കിൽ 23. പിന്നെയും 2 അങ്ങനെ ഒറ്റയായിട്ടാണ് അവസാനിക്കുക. ഒരു വഴി അതാണ്. രണ്ടാമത്തെ വഴി ഇമാമിനോടൊപ്പം പൂർണ്ണമായിട്ട് നിസ്കരിക്കുക. ഇമാമ് സലാം വീട്ടിയാൽ സലാം വീട്ടാതെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു റക്അത്തും കൂടി നിസ്കരിക്കുക. അപ്പം എന്തായി? വിത്തർ അവിടെ ശഫായി, ഇരട്ടിയായിട്ട് അവസാനിച്ചു. പിന്നെ അയാൾ വിത്തർ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അയാൾ സ്വാഭാവികമായും തഹജ്ജുദിന് എണീറ്റാൽ അയാൾക്ക് നിസ്കരിക്കാം അവസാനം ഒരു റക്അത്തെ വിത്തർ ചെയ്യും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്നാമത്തെ ഒരു വഴിയാണ് ഇപ്പോൾ കാണുന്നത്, 8 റക്അത്തോ മറ്റോ 10 റക്അത്തോ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വോക്കൗട്ട് നടത്തുക. എന്നിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും, വിത്തറൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ഹദീസിൻ്റെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെടും. ഒന്ന്. രണ്ടാമത്തത്, അതിലൊരു പള്ളിയിലൊരു തെശ്വീശ് ഉണ്ടാക്കും. അത് കുറേ ആളുകൾ ഒന്നിച്ചങ്ങ് പോകുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചില ആളുകളൊക്കെ കിട്ടിയ ചാൻസിന് പള്ളിയിൽ നിന്ന് മുങ്ങാനുള്ള ഒരു അവസരമായിട്ട് കൊടുക്കും. ഇനി മതി നിസ്കരിച്ചത് മതി. തുടക്കത്തിലൊക്കെ ഉള്ള ആവേശം പിന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പുതിയ അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത വാപ്പാനും ഉമ്മാൻ്റെയൊക്കെ പേരിൽ ആൾ കാണട്ടെ എന്നൊക്കെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ കിട്ടിയ ചാൻസിന് മുങ്ങാനുള്ള ഒരവസരമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും അഫ്ദൽ. ഇനി ഒരാളങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ അത് ഹറാമൊന്നല്ല, അതും അനുവദനീയമാണ്. പക്ഷേ ഖിലാഫുൽ ഔല എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നത് ഉത്തമമായതിനെതിരാണത്. ഉത്തമമായത് നമ്മൾ അവിടുന്ന് അവിടെ നമസ്കരിക്കുകയും എണീറ്റ് എന്നിട്ട് ജമാഅത്ത് വിത്തറിന്റെ അവർ ഇമാമ് വിത്തർ നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ നിസ്കരിക്കുക. മൂന്നാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് എണീറ്റ് നിന്നിട്ട് ഇരട്ടിയാക്കി അവസാനിപ്പിക്കുക. പിന്നെ അവസാനം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അതിന്റെ വിത്തറും അതാണ് ലാ വിത്റാനി ഫീ ലൈല. പാടില്ലാത്ത ഇമാമിന്റെ കൂടെ വിത്തർ നിസ്കരിച്ചു, പിന്നെ വന്ന് ഉറങ്ങി വീട്ടിൽ നിന്ന് എണീറ്റ് നിന്നിട്ട് വീണ്ടും വിത്തർ നിസ്കരിച്ചു, അത് പറ്റുക വിലക്കപ്പെട്ടത്. ലാ വിത്റാനി ഫീ ലൈല എന്ന ഹദീസിലുണ്ട്. ഇജാലു ആഖിറ സ്വലാത്തിക്കും വിത്ര. നിങ്ങൾ നിസ്കാരം രാത്രി അവസാനിക്കേണ്ടത് വിത്തറായിട്ടായിരിക്കണം. അപ്പോൾ അടുത്ത് വേറൊരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചതാണ്.
നമ്മുടെ അദ്ദേഹം ഗൾഫിലാണുള്ളത്. ഗൾഫിൽ നിന്ന് അദ്ദേഹം നോമ്പ് നോറ്റ് വന്ന് പിന്നെ അവസാനം പിന്നെ നാട്ടിലെത്തിയപ്പോഴേക്കും പെരുന്നാളാണ്. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് റമളാൻ്റെ എണ്ണം കണക്കാക്കേണ്ടത്? നോമ്പിൻ്റെ എണ്ണം കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? അതായത് ഒരു നാട്ടിൽ നിന്ന് നോമ്പ് തുടങ്ങുകയും നോമ്പിൻ്റെ അവസാനം വേറൊരു നാട്ടിലെത്തുകയും ചെയ്തു. അയാൾ ഏത് നാട്ടിലാണോ എത്തിയത് ആ നാട്ടിലെ നിയമമാണ് അയാൾക്ക് ബാധകമാകുക. ഉദാഹരണം പറയാം, ഗൾഫിൽ നിന്ന് സൗദിന്നോ ഖത്തറിനോ കുവൈത്തിൽ നിന്നോ ഒരാൾ നേരത്തെ നോമ്പ് തുടങ്ങി ഇവിടത്തേനേക്കാളും. ഇപ്പോൾ ഇവിടുത്തെ കലണ്ടറിൽ 19-നാണ് കാണുന്നത്. ഇപ്പോൾ ഖത്തറിൽ പറയുന്നത് കേട്ടത് 18-ന് തുടങ്ങുന്ന. ഞാൻ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ആയി എന്ന് വിചാരിക്കുക. ഫെബ്രുവരി 18-ന് അവിടെ തുടങ്ങി, ഇവിടെ നമ്മൾ 19-ന് തുടങ്ങി. നമ്മളെ 30-ാമത്തെ നോമ്പിന് അവരിവിടെ വന്നാൽ അവർക്ക് എത്രയാവും? 31 അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഭൂരിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, അവരിവിടെ വന്നിട്ട് 31-ാമത്തെ നോമ്പ് എടുക്കണം. കാരണം അവർക്ക് ഇവിടുത്തെ വിധിയാണ്. ഇവിടെ എത്തിയ അയാളോട് നിങ്ങൾ ചോദിച്ചു നിൽക്കുക ഇതേതാ മാസം, അയാൾ എന്താ പറയുക? റമദാൻ എന്നല്ല പറയാ, റമദാനാണ് പറയാ. അപ്പോൾ ഫമൻ ഷഹീദ മിൻകും മുശ്ശഹ്റ ഫല്യസുംഹു, അപ്പോൾ റമദാനിൽ നോമ്പ് എടുക്കണം. ആ നോമ്പ് എടുക്കണം, 31-ാമത്തെ എടുക്കണം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത്, കാരണം ഇതിലൊന്നും പ്രമാണമില്ലാത്തത് റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത്ര എളുപ്പത്തിൽ ദൂരം വൻകരകൾ താണ്ടിയിട്ടും പുതിയ പോകുന്ന ഒരവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ദിവസം മാറുന്ന പെരുന്നാൾ എന്നാന്ന് തിരിയുന്നൊക്കെ ദൂരത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ വാട്സപ്പ് ഇതൊന്നുമല്ലല്ലോ. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അറബി മാസം 29, 30 അത്രയേ ഉള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റമദാനിലെ 30 നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അയാൾ ഇവിടെ വന്ന് 31-ാമത്തെ എടുക്കരുത്. പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? പെരുന്നാളും ആക്കരുത്. കാരണം ഇവിടെ പെരുന്നാളായില്ലല്ലോ, ഒറ്റയ്ക്ക് പെരുന്നാളാക്കാൻ പറ്റുമല്ലോ. അയാൾ നോമ്പ് എടുക്കാതെ വെയിറ്റ് ചെയ്യുകയും പിറ്റേന്ന് എല്ലാവരെയും കൂടെ പെരുന്നാൾ. അപ്പോൾ അതെ, ഈ രണ്ട് അഭിപ്രായമുണ്ട്. ഒരാൾക്ക് ഏത് കൊടുക്കാം, ഇന്നതേ ശരി എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായത് ഞാൻ 31-ാമത്തെ കൊടുക്കട്ടെ എന്നുള്ളതിനാണ് ചോദിക്കാനും. വലിയ ഇമാമുമാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആധുനിക കാലത്ത് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാരും മുൻകാലത്ത് ഇമാം നവവിയെ പോലുള്ള പണ്ഡിത ഫുഖാക്കളും അങ്ങനെ പറഞ്ഞു 31-ാമത്തെ കൊടുക്കണം. ഏത് നാട്ടിലാണോ എത്തിയത് അങ്ങനെ ചെയ്യണം. നേരെ തിരിച്ച് സംഭവിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ദിവസം വൈകിയാണ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ 29 നോമ്പേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ അയാൾ അവിടെ എത്തുമ്പോൾ 28 എടുത്തിട്ടുണ്ടാവുള്ളൂ. അത്തരം ആളുകളെ പഠിച്ച് പണ്ഡിതന്മാർ ഇജ്മാവോടുകൂടി പറഞ്ഞത് അറബി മാസം 28-ന് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് അയാൾ പെരുന്നാൾ അവരുടെ കൂടെ ആഘോഷിക്കുകയും പെരുന്നാളിൻ്റെ ശേഷം ഒരു നോമ്പ് ഖളാ വീട്ടുകയും വേണം എന്നാണ്.